കഴിഞ്ഞ ദിവസം മംഗലൂരു കൊല്ലപ്പെട്ട മലയാളിയായ അഷ്റഫ്, ആ സംഭവത്തിൽ ചില വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നത് ഈ ആൾക്കൂട്ടം അടിച്ചുകൊന്ന ആ സമയത്ത് ഈ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചിരുന്നു അഷ്റഫ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പ്രദേശവാസിയായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ സജിത് ഷെട്ടി ഞങ്ങളുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, അതായത് അങ്ങനെ ഒരു പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചിട്ടില്ല എന്നാണ് സജിത് ഷെട്ടി പറയുന്നത്. ഈ അടിച്ചു കൊന്നതിന് ശേഷം രക്ഷപ്പെടാനായി പ്രതികൾ ചില കഥകൾ ഉണ്ടാക്കുന്നതാണ്, അതിന്റെ ഭാഗമാണ് ഇതൊക്കെ എന്നുള്ളതാണ് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. കർണാടക ആഭ്യന്തരമന്ത്രി കാര്യങ്ങൾ അന്വേഷിച്ച് അറിയാതെ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്ന പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നുവെന്നും സജിത്ത് പറയുന്നു. കുടുപ്പ് സ്വദേശിയായ സാമൂഹ്യ പ്രവർത്തകൻ സജിത് ഷെട്ടി നമ്മോടൊപ്പം ചേരുകയാണ്. കുടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നിങ്ങൾ ആ നാട്ടുകാരനാണല്ലോ, എന്താണ് അന്ന് അവിടെ സംഭവിച്ചത് 27-ാം തീയതി? ഞാൻ അവിടെ സ്ഥലത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു ന്യൂസ് പ്രകാരം അവിടെ ക്രിക്കറ്റ് മാച്ച് ആയിക്കൊണ്ട ടൈമിൽ ഇയാൾ വന്ന അടുത്ത എന്തോ വിഷയത്തിൽ കശിവിഷയായി വാക്തർക്കം ഉണ്ടായി. അപ്പോൾ ഒരാൾ പോയി അടിച്ചപ്പോൾ കൂട്ടുകാരെല്ലാം ചേർന്ന് അടിച്ചപ്പോൾ ആടേൻ്റെ ബാക്കി നല്ലവരായ ചെറുപ്പക്കാർ പറഞ്ഞു പോലും വേണ്ട അടിക്കണ്ട, സംസാരിച്ച് വിടാൻ. പക്ഷേ ആ ബാക്കിയെല്ലാം കേട്ടില്ല. തലയിൽ എന്തെല്ലാം ആൾക്കാരായിട്ടുണ്ടാവും, എല്ലാം അടിച്ചു അവിടെ ഇട്ടു. പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന് പറയുന്നുണ്ട്, അത് അങ്ങനെ നടന്നിട്ടുണ്ടോ? അങ്ങനത്തത് എൻ്റെ വിചാരത്തിൽ കുറേ കൂട്ടക്കൂടിയുള്ള ഒരു സ്ഥലത്ത് അത് ഒരേ ധർമ്മത്തിലുള്ള ഒരാൾ പോയിട്ട് പാകിസ്ഥാൻ ചിന്താപം വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനായാലും ഒരു മുസ്ലിം അധികമുള്ള സ്ഥലത്ത് പോയിട്ട് അവർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്ക് വിളിക്കുന്ന ഞാൻ വിളിക്കില്ല, എനിക്ക് ധൈര്യമല്ല. അതേ ഇടവുള്ള ഒരാൾ വന്നിട്ട് ഏതോ സ്ഥലത്തിൽ വന്നിട്ട് ഇതന്നെ ഒരു ഹിന്ദു അധികമുള്ള സ്ഥലത്തിൽ വിളിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ച് വെറുതെ പറഞ്ഞുണ്ടാക്കിയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? എനിക്കിപ്പോൾ ഇവർ അടിച്ചിട്ട് അത് കൈമീറിയിട്ട് അവന് ചത്തപ്പോൾ അതിനെ രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രപാടെന്ന് എനിക്ക് തോന്നുന്നു. പിടിയിലായ ആളുകളൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളാണ്, 20 പേരുള്ളത്. അതിൽ ചില ആൾ പരിചയമുണ്ട്, ചില ആൾ പറയുന്നത് ഞങ്ങൾ അവിടെ ബാക്ക് സൈഡിൽ നിന്നതാണ്. പക്ഷെ അത് ഞങ്ങൾക്ക് വിട്ടതല്ല. ക്ലബിന്റെ ആളുകളാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ്, അത് പറയാൻ പറ്റില്ല. അത് കളിക്കാൻ വരുന്ന സ്പോർട്സ് ഇൻട്രസ്റ്റ് ഉള്ള ആൾ അധികം ഉണ്ട് അതിൽ. പിന്നെ അതിൽ മിഡിലിൽ വേറെ ആൾ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആഭ്യന്തരമന്ത്രി പരമേശ്വരൊക്കെ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചു എന്നതാണ്. അവർ അതിന് കൺഫേം ആക്കിയിട്ട് പറയണമായിരുന്നു. ഒരു ഉന്നത സ്ഥാനത്തിൽ ഞങ്ങളെ ഗൃഹമന്ത്രിയാണ്, ഞങ്ങൾ ബിലീവ് ആക്കുന്ന അവരെയാണ്. പക്ഷെ അവർ ഒരേ വാക്കിൽ പാകിസ്ഥാൻ സിന്ദാബാദ് പറഞ്ഞ് കൺഫേം പറയാൻ പാടില്ല. അതിന് സൂക്തമായിട്ട് ആരോട് ചോദിച്ചിട്ട് ഇങ്ങനെ പറയാം, ഞങ്ങൾ ചോദിക്കാം, അതിന് അന്വേഷിക്കാൻ പറയാൻ പാടില്ല. കുടുപ്പ് സ്വദേശിയായ സജിത് ഷെട്ടിയാണ് ഇപ്പോൾ നമ്മൾ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ അറിവ് പ്രകാരം ഇത്തരത്തിൽ ഒരു മുദ്രാവാക്യം വിളി അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കുടുപ്പുവിൽ നിന്നും സുനിൽകുമാറിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. നമ്മെ തേടി വരുന്ന വാർത്തകൾ നിരവധിയുണ്ട്. തേടിച്ചെന്ന് കണ്ടെത്തേണ്ട ചില വാർത്തകളുണ്ട്. അറിഞ്ഞും പറഞ്ഞും കണ്ടും കേട്ടും ഉരുക്കഴിച്ചെടുക്കേണ്ട വാർത്തകളുമുണ്ട്. വളഞ്ഞും നേരെയുമായി കിടക്കുന്ന ഈ വഴികൾ പോലെ വാർത്തകൾക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ ഓരോ യാത്രയും നമ്മെ പലതും പഠിപ്പിക്കും. പുതിയ ജീവിതങ്ങൾ, പുതിയ മുഖങ്ങൾ, അനുഭവങ്ങളുടെ തീച്ചൂടേറ്റ് കണ്ടെത്തുന്ന സത്യങ്ങൾ നിർഭയമായി. പ്രേക്ഷകൻ എന്ന അവകാശിക്കായി ഓരോ വാർത്തയും ന്യൂസ് അവർ.